ഞാൻ 2016 KSU പ്രസിഡന്റ് ആയ സമയം മുതൽ ഒരുപാട് തവണ ഈ നിലമ്പൂരിൽ മാത്രമല്ല പരിഗണിച്ചിട്ടുണ്ട്, പാർട്ടി അവഗണിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പാർട്ടിയിൽ തന്നിട്ടുള്ള സ്ഥാനമാനങ്ങളിലെല്ലാം സംതൃപ്തനാണ്. ഞാൻ പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണ്. 1000 തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചാണ് എന്റെ മത്സരിക്കാൻ ഒരു അവസരം. നിലമ്പൂരിൽ ആദ്യം കേട്ട പേര് വി ജോയുടേതായിരുന്നല്ലോ, അതുണ്ടായില്ല. അപ്പോൾ ഇനി ഇപ്പോൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്, പേര് കേൾക്കാമല്ലോ ഉയർന്നു തന്നെ. അല്ല, പേര് നിലമ്പൂർ കേട്ടതോടൊക്കെ കേൾക്കും, അത് ചിലപ്പോൾ കിട്ടിയിട്ട് വരും. എന്തായാലും എന്റെ നിലപാട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഈ സ്ഥാനാർത്ഥിത്വത്തിന്റെ സമയത്ത് കോൺഗ്രസിനകത്ത് കാര്യമായ പ്രശ്നങ്ങളും പൊട്ടലും ചീറ്റലുകളും സ്ഥാനാർത്ഥി കുപ്പായം കിട്ടാത്തതിന്റെ പേര് രാജിവെച്ച് പോകുമ്പോഴൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ചിത്രങ്ങളിലൊന്ന് VS ജോയുടെ ഇതാ ഇങ്ങനെ മാതൃക തീർത്ത ഒരു മനുഷ്യൻ ഇതാ. എന്തുകൊണ്ട് നിങ്ങൾക്ക് VS ജോയുടെ പാത സ്വീകരിച്ചുകൊണ്ട് ഈ വിശാല ഹൃദയത്തിന്റെ ഒരു സംഗതി എന്താണ്? അങ്ങനെയൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിയിൽ നമുക്ക് ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പിന്നെ പാർട്ടിയാണ് പ്രധാനം. പൊതുവായി ഒരു സമൂഹത്തിൽ രൂഢമൂലമായിട്ടുള്ളൊരു ധാരണ എന്ന് പറഞ്ഞാൽ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ വിജയിച്ചാൽ മാത്രമേ ഒരു പൊതുപ്രവർത്തകന്റെ പൊതുജീവിതത്തിൽ അവൻ വിജയിക്കൂ എന്നുള്ളത് ഒരു തെറ്റായ ധാരണ. അതായത് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു ഏറ്റവും അവസാനം എന്ന് പറഞ്ഞാൽ MLA ആവുക, MP ആവുക. സംഘടനാ പ്രവർത്തന രംഗത്ത് എത്രത്തോളം നമ്മൾ ഉയർന്ന് പ്രവർത്തിച്ചാലും അതൊന്നും ഒരു മികവിൻ്റെ മാനദണ്ഡമാവാത്തൊരു സാഹചര്യമാണ്. അത് പൊതുസമൂഹത്തിൻ്റെ ഒരു പൊതുവായ ധാരണയാണ്. ആ ധാരണയ്ക്ക് മാറ്റം വരണം. കുറഞ്ഞ ആളുകൾക്ക് MLA ആവാൻ കഴിയുള്ളൂ, കുറച്ച് ആളുകൾക്ക് MP ആവാൻ കഴിയുള്ളൂ. അതാണ് പൊതുജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ മാനദണ്ഡം, അളവുകോൽ എന്ന് പറയുന്ന ഒരു ചിന്താഗതിക്ക് മാറ്റം വരണം. അങ്ങനെ ഒരു ചിന്താഗതിക്ക് മാറ്റം വന്നാൽ മാത്രമേ ഈ പ്രയാസമൊക്കെ ഉണ്ടാവുള്ളൂ. എന്നെ സംബന്ധിച്ച് ഞാൻ 2016 KSU പ്രസിഡന്റ് ആയ സമയം മുതൽ ഒരുപാട് തവണ ഈ നിലമ്പൂരിൽ മാത്രമല്ല പരിഗണിച്ചിട്ടുണ്ട്, പാർട്ടി അവഗണിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പാർട്ടിയിൽ തന്നിട്ടുള്ള സ്ഥാനമാനങ്ങളിലെല്ലാം സംതൃപ്തനാണ്. ഞാൻ പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണ്. 1000 തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചാൽ എന്റെ മത്സരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ എവിടെ നിന്ന് മത്സരിക്കാനാണ്? അതങ്ങനെയില്ല. അത് പാർട്ടി എവിടെ നിയോഗിച്ചാലും നമ്മൾ മത്സരിക്കേണ്ടതാണ്.